ഹലോ ഫ്രണ്ട്സ്, ഐ എം നിഷ ഫ്രം നിസാസ് കിച്ചൺ. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് പച്ച ഈന്തപ്പഴം ഉപയോഗിച്ച് വളരെ രുചികരമായി അച്ചാർ തയ്യാറാക്കുന്ന റെസിപ്പി നോക്കാം. ഈ വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. റെഗുലറായിട്ട് അപ്ഡേറ്റ്സ് കിട്ടാൻ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ആവശ്യമായ ഇൻഗ്രീഡിയൻസ്: ഞാനിവിടെ ഈന്തപ്പഴത്തിൻ്റെ പച്ചക്കായ 2 കുല എടുത്തിട്ടുണ്ട്. ഇത് നല്ല ഫ്രഷാണ്. നന്നായിട്ട് കഴുകിയെടുക്കുക. നന്നായിട്ട് കഴുകി തുടച്ചതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലെ കുരു കളഞ്ഞെടുക്കുക. പിന്നീട് 2-3 ഇതുപോലുള്ള ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക. വെളുത്തുള്ളി 3 കുടം നീളത്തിൽ കനം കുറച്ചരിഞ്ഞെടുത്തത്. ഇഞ്ചി ഒരു വലിയ കഷ്ണം നീളത്തിൽ കനം കുറച്ചരിഞ്ഞത്. പച്ചമുളക് 3 എണ്ണം വട്ടത്തിൽ അരിഞ്ഞെടുത്തത്. ആവശ്യമായ പൊടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 2½ ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 2 ടേബിൾ സ്പൂൺ ഹോട്ട് ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ വറുത്ത് പൊടിച്ച ഉലുവ, 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി, കടുക് 1 ടീസ്പൂൺ, വിനാഗിരി 75 മില്ലി, ഉപ്പ് ആവശ്യത്തിന്, വെളിച്ചെണ്ണ ആവശ്യത്തിന്. ഇനി പ്രിപ്പറേഷൻ നോക്കാം. ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലോട്ട് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് അച്ചാർ ഉണ്ടാക്കാനായിട്ട് നല്ലെണ്ണയോ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലോ ആണ് താല്പര്യമെങ്കിൽ അത് ഉപയോഗിക്കാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത്. നന്നായി ചൂടായ വെളിച്ചെണ്ണയിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇത് മുഴുവനും ഒന്ന് പൊട്ടി വരണം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന ഇഞ്ചിയും അരിഞ്ഞു വച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇവിടെ കിട്ടുന്നത് കുറച്ച് വലുതായതുകൊണ്ട് ഞാൻ 3 കുടമാണ് എടുത്തിരിക്കുന്നത്. നാട്ടിലെ വെളുത്തുള്ളി ആണെങ്കിൽ ഒരു 4 കുടം വരെ ചേർക്കാം. പച്ചമുളക് ഒരു 3 എണ്ണം ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. കറിവേപ്പില കുറച്ച് കൂടുതൽ ചേർക്കണം. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുന്നത് വരെ വഴറ്റാം. വിട്ട് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. ഞാനിപ്പോൾ വെളിച്ചെണ്ണ 3 ടേബിൾ സ്പൂൺ മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. നമുക്ക് പൊടികൾ ചേർത്ത ശേഷം കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേണ്ടി വരും. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുത്ത ശേഷം പൊടികൾ ചേർക്കാം. ഹൈ ഫ്ലെയിമിലിട്ടാൽ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ലോ ഹീറ്റിലേക്ക് മാറ്റിയ ശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 2 ടേബിൾ സ്പൂൺ ഹോട്ട് ചില്ലി പൗഡർ ചേർക്കാം. ഇനി ഒരു 2½ ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം. ഇത് എരിവ് കുറഞ്ഞ മുളക് പൊടിയാണ്. അച്ചാറിന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് വറുത്ത് പൊടിച്ച ഉലുവ 1/2 ടീസ്പൂൺ ചേർക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി കൂടെ ചേർക്കണം. ഇപ്പം നമ്മൾ എല്ലാ പൊടികളും ചേർത്ത് കഴിഞ്ഞു. ഇനി ഇതിനെ ലോ ഹീറ്റിലിട്ടിട്ട് ഒരു 3-4 മിനിറ്റ് നന്നായിട്ട് വഴറ്റണം. ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അച്ചാറാവുമ്പോൾ അത്യാവശ്യം നല്ല പുളിയും അതുപോലെ തന്നെ എണ്ണയും എരിവുമൊക്കെ വേണം. അതുകൊണ്ട് കുറച്ച് കൂടുതൽ ചേർത്താലും കുഴപ്പമില്ല. പൊടികൾ കരിഞ്ഞു പോകാതിരിക്കാൻ ആവശ്യത്തിന് എണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് പൊടികൾ എണ്ണയിൽ കിടന്ന് മൂത്ത് എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ വഴറ്റാം. ഇപ്പോൾ പൊടികളെല്ലാം നന്നായിട്ട് മൂത്ത് ഇതിൻ്റെ എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് തിളപ്പിച്ചാറിച്ച വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. വിനാഗിരി ഒരിക്കലും തിളപ്പിക്കാതെ ഒഴിക്കരുത്. തിളപ്പിച്ച് അതിൻ്റെ ചൂടൊന്ന് ആറിയ ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 75 മില്ലിയാണ് വിനാഗിരി ചേർക്കുന്നത്. വിനാഗിരിക്ക് ഫിക്സഡ് ഒരു കണക്ക് നമുക്ക് പറയാൻ പറ്റത്തില്ല. അവസാനം നോക്കിയിട്ട് പുളി കുറവാണെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം. ഈ സമയത്ത് നമുക്ക് തീ കൂട്ടി വെച്ച് കൊടുക്കാം. ഇത് മൂടി വെക്കേണ്ട ആവശ്യമില്ല. കാരണം ഓൾറെഡി എണ്ണയൊക്കെ നല്ല ചൂടായി കിടക്കുന്നതുകൊണ്ട് വളരെ പെട്ടെന്ന് തിളച്ച് വരും. നമുക്ക് നന്നായിട്ട് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്.
നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. വീണ്ടും മിക്സ് ചെയ്യാം. ഇപ്പം നമ്മൾ ആവശ്യത്തിനുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കഴിഞ്ഞു. ഇനി ഇതിനെ ലോ ഹീറ്റിലിട്ടിട്ട് നന്നായിട്ട് ഒരു 4-5 മിനിറ്റ് തിളപ്പിക്കണം. ഇത് നന്നായിട്ട് തിളച്ച് ഇതിൻ്റെ ഗ്രേവി ഒന്ന് തിക്കായി വന്നതിന് ശേഷം വേണം നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ച ഡേറ്റ്സ് ഇട്ട് കൊടുക്കാനായിട്ട്. ഇപ്പം നമുക്കിത് ലോ ഹീറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ ഒരു 4-5 മിനിറ്റ് ആയിട്ടുണ്ട്. ഗ്രേവി ഇപ്പം നന്നായിട്ട് തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ച ഡേറ്റ്സ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഈ സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇത് ലോ ഹീറ്റിൽ മാത്രമേ ഇടാവുള്ളൂ. ചൂട് കൂടുതലാണെങ്കിൽ ഇത് പെട്ടെന്ന് വെന്തുടഞ്ഞു പോകും. നമ്മളൊരു 10 ദിവസം വെച്ചതിന് ശേഷം വേണം അച്ചാർ ഉപയോഗിച്ച് തുടങ്ങാനായിട്ട്. അപ്പോൾ 10 ദിവസം കഴിയുമ്പോൾ തന്നെ ഇത് നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വരും. ഈ അച്ചാറിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നല്ല സോഫ്റ്റ് ആകുകയും വേണം. എന്നാൽ നമുക്ക് ഈ കഷ്ണങ്ങളൊക്കെ ഒന്ന് കടിക്കാൻ കിട്ടുന്ന ഒരു പരുവത്തിലായിരിക്കണം. വെന്ത് പോയാൽ അച്ചാറിൻ്റെ ഒരു മൊത്തത്തിലുള്ളൊരു അപ്പിയറൻസ് തന്നെ മാറിപ്പോവും. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. കുക്കാക്കാതെ ഇത് ലോ ഹീറ്റിലിട്ടിട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പും പുളിയും ഒക്കെ നോക്കണം. ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ പുളി കുറവാണെന്ന് തോന്നുവാണെങ്കിൽ തിളപ്പിച്ചാറിച്ച വിനാഗിരി കുറച്ചും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ജസ്റ്റ് ഒരു 2-3 മിനിറ്റ് ഇതിനെ ലോ ഹീറ്റിലൊന്ന് വെച്ചിരിക്കാം. വിട്ട് മിക്സ് ചെയ്യണം. അതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ അച്ചാർ ഇപ്പോൾ റെഡി ആയി കഴിഞ്ഞു. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇതിനെ അടുപ്പിൽ നിന്ന് വാങ്ങാം. നന്നായി തണുത്ത ശേഷം ഒട്ടും നനവില്ലാത്ത കുപ്പിയിലാക്കി അടച്ച് സൂക്ഷിക്കാം. ഈ അച്ചാറിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. പച്ച ഡേറ്റ്സ് കിട്ടുന്നവർ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കാൻ മറക്കരുത്. നമുക്കൊരു 10 ദിവസം ഇത് വെച്ചതിന് ശേഷം ഉപയോഗിച്ച് തുടങ്ങാം. വളരെ ടേസ്റ്റുള്ള ഒരു അച്ചാറാണിത്. ഇഷ്ടമായെങ്കിൽ വീഡിയോയുടെ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കണം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്